സോ ഓക്കെ, ടോക്സിക് എന്ന പടം കണ്ടു. എന്ത് തോന്നി? ബോർ പടമായിരുന്നു. വളരെ വളരെ ബോറ് പടം രണ്ട് കാര്യങ്ങളിൽ വെറുപ്പിച്ചിട്ടുണ്ട്. ഒന്ന്, ഇന്നലെ ഞാൻ മോർണിംഗ് 6:30 ഷോ PVR ഫോറം മാൾ കൊച്ചി PXL ബുക്ക് ചെയ്തത്. എനിക്ക് 400 രൂപ ടിക്കറ്റ് റേറ്റ്, 400 ടിക്കറ്റ് റേറ്റ് വന്ന്. കാരണം എനിക്ക് ഈ പടം ഫ്ലാറ്റ് ആസ്പെക്ട് റേഷ്യോയിൽ കാണണമെന്നുണ്ട്. കൊച്ചിയിലെ ഏറ്റവും വലിയ സ്ക്രീനാണ് PVR ഫോറം മാൾ PXL. ഫ്ലാറ്റ് ആസ്പെക്ട് റേഷ്യോ സ്ക്രീനാണ്. പ്രീമിയം ലാർജ് ഫോർമാറ്റ് സ്ക്രീൻ എന്നൊക്കെ പറയും, PLF സ്ക്രീൻ എന്ന് പറയും. പ്രീമിയം ലാർജ് ഫോർമാറ്റ് സ്ക്രീനുകളിൽ പെടുന്ന ഒരു സ്ക്രീനാണ് PVRൻ്റെ PXL, ഫ്ലാറ്റ് ആസ്പെക്ട് റേഷ്യോ ഉള്ള. അപ്പോൾ ഈ പടത്തിൻ്റെ ഇന്നലെ വെളുപ്പിന് 6 മണിയായപ്പോഴാണ് ഞാൻ അറിയുന്നത് മലയാളം DCP കിട്ടിയെന്ന്. അല്ലെങ്കിൽ തമിഴ് DCP പടം തമിഴ് ഓടിക്കാമെന്ന് വിചാരിച്ചിരിക്കണമായിരുന്നു ടീംസ്, അതായത് പടത്തിൻ്റെ മേക്കേഴ്സ്. ഞാൻ ആലോചിക്കുക, ഈ പടം കഴിഞ്ഞ മാർച്ച് ഇറങ്ങേണ്ട പടമാണ്, അത് പോസ്റ്റ്പോൺ ചെയ്തിട്ടല്ലേ ഈ ഓഗസ്റ്റ് ഇറങ്ങുന്നത്. എന്നിട്ട് നിങ്ങളുടെ കയ്യിൽ ഈ കണ്ടന്റ് ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? ഇപ്പം എങ്ങും ഈ പടത്തിൽ ഈ PLF സ്ക്രീനുകൾ, പ്രീമിയം ലാർജ് ഫോർമാറ്റ് സ്ക്രീനുകൾ ഉണ്ടല്ലോ, PLF സൈസ് സ്ക്രീനുകൾ, ഇൻക്ലൂഡിങ് IMAX. ഞാൻ കേട്ടത് അങ്ങനെയാണ്. ഇപ്പം ഞാൻ കണ്ടത് ഞാൻ പറയാം. ഞാൻ PXL കണ്ടു. ഞാൻ അതിൻ്റെ സ്കോപ്പ് ആസ്പെക്ട് റേഷ്യോ വേർഷനാണ് കാണുന്നത്. അതായത് ഈ പടം എടുത്തേക്കുന്ന ആക്ച്വൽ വേർഷൻ ഉണ്ട്, ഫ്ലാറ്റ്. അതിൽ മേലെ നിന്നും താഴെ നിന്നും ക്രോപ്പ് ചെയ്തിട്ടുള്ള വേർഷനാണ്. അതായത് ഞാൻ ഈ സ്ക്രീനിൽ കണ്ടപ്പോൾ ഫുള്ളായിരുന്നില്ല, മേലേലും താഴെ ബ്ലാക്ക് ബാർസ് ഉണ്ടായി. ഞാൻ അന്വേഷിച്ചു IMAXൽ എങ്ങനെയാണ് അവസ്ഥ. ഞാൻ കേട്ടത് IMAXലും കിട്ടിയേക്കുന്നത് ക്രോപ്ഡ് വേർഷൻ, അല്ലാണ്ട് IMAX സ്ക്രീൻ ഫുൾ റേഷ്യോ ഫിറ്റ് ആവുന്ന വേർഷൻ ഇല്ല, കിട്ടിയിട്ടില്ല. അതിന് ടൈം എടുക്കും. കാരണം ഈ പടത്തിൻ്റെ ടീസറും ട്രെയിലറും ഫ്ലാറ്റ് ആസ്പെക്ട് റേഷ്യോയില്ല. ഓക്കെ, അപ്പോൾ ഞാൻ വിചാരിച്ചു PLF സൈസ് സ്ക്രീനിൽ കാണണം എന്ന് വിചാരിച്ചു, ഫ്ലാറ്റ് ആസ്പെക്ട് റേഷ്യോയിൽ. പക്ഷെ മൂഞ്ചിച്ചു. ഇന്നലെ ഒരു വെളുപ്പിന് വരെ മലയാളം കണ്ടന്റ് വന്നിട്ടില്ല. ബുക്കിംഗ് ഒക്കെ നേരത്തെ പൈസ നിങ്ങളുടെ കണ്ടന്റ് ഉണ്ടെങ്കിൽ ഓക്കെ, ഞങ്ങളുടെ കണ്ടന്റ് ഇല്ല അങ്ങനെ പറയണം. ഇതിപ്പോൾ പൈസ ഉണ്ടാക്കാനായിട്ട് പ്രീ ബുക്കിംഗ് കളക്ഷനൊക്കെ ഉണ്ടല്ലോ കുറേ. അപ്പോൾ പടം ഇറങ്ങുന്ന മുമ്പ് തന്നെ പടത്തിൻ്റെ ബഡ്ജറ്റൊക്കെ പറയും, വിജയ് പടങ്ങളൊക്കെ അറിയാലോ എങ്ങനെയാണെന്ന്. ഈ ബിഗ് ബഡ്ജറ്റ് പടങ്ങൾ വരുമ്പോൾ അവസ്ഥ ഇതാ. ദുരന്തർ വന്നപ്പോഴും എങ്ങനെയായിരുന്നു, തലേ ദിവസമായപ്പോൾ DCPക്ക് എന്തൊക്കെയോ തകരാറുണ്ടായിരുന്നു. സബ് ടൈറ്റിൽ ഉണ്ടായിരുന്നില്ല, 2K ആയിരുന്നു. അത് വരുന്ന വലിയ വലിയ ബ്രഹ്മാണ്ഡ പടങ്ങളുടെ അവസ്ഥ ഇതാ. ഒന്നെങ്കിൽ 2K ആയിരിക്കും, അല്ലെങ്കിൽ അറ്റ്മോസ് മിക്സ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഈ മലയാളം ബുക്കിംഗ് ഒക്കെ ചെയ്ത് ഇരിക്കുന്ന ആൾക്കാരെ മൂഞ്ചിക്കാനായിട്ട് ആ ലാംഗ്വേജിൽ പടം വന്നിട്ടുണ്ടാവില്ല. അവസാന നേരത്തെ കയറി ചിലപ്പോൾ ചിലപ്പോൾ കിട്ടില്ല. ചിലപ്പോൾ ആസ്പെക്ട് റേഷ്യോയുടെ പ്രശ്നം. ഫസ്റ്റ് ഡേ കാണാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഊഹിക്കാം, അത് കാണാൻ വേണ്ടി വരാം. അല്ലാണ്ട് റിവ്യൂ കാത്തിരുന്ന് കഴിഞ്ഞ് റിവ്യൂ കണ്ട് പതിവ് വരുന്ന ആൾക്കാരല്ല അത്. ഫസ്റ്റ് ഡേ എന്ന് വെച്ചാൽ ഇത്രയും കൂടുതൽ പൈസ മുടക്കി ഫസ്റ്റ് ഡേ ഉറക്കം മോർണിംഗ് ഷോ കാണാൻ വരുന്നവരൊക്കെ കിട്ടുന്നത് ഇതാണ്. ഈ പടത്തിൻ്റെ ഫ്ലാറ്റ് ആസ്പെക്ട് റേഷ്യോ കണ്ടന്റ് ഇനി കുറച്ച് എപ്പോഴാണ് ഇനി പ്ലേ ചെയ്യാന്നറിയില്ല. ഞാൻ കണ്ടത് സ്കോപ്പാണ്. ഫ്ലാറ്റ് കാണാൻ ആഗ്രഹിച്ചിട്ട് ഞാനിത് 400 കൊടുത്ത് ബുക്ക് ചെയ്തത്. അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പടം സ്കോപ്പ് ആസ്പെക്ട് റേഷ്യോ ആണ് പ്ലേ ചെയ്തത്. അപ്പം എനിക്ക് ഞാൻ കണ്ടപ്പോൾ മേലേയും താഴെ ബ്ലാക്ക് ബാർസ് ഉണ്ടായി. 1, 2 ഭാഗ്യത്തിന് മലയാളം വേർഷൻ കിട്ടി. രാവിലെ ഇറങ്ങിയത് മലയാളം കിട്ടി. ഈ ടോക്സിക്കിൻ്റെ തന്നെ ഇവരുടെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം പേജിലുണ്ട്, എന്തോ 7 മണിക്കൂർ മുമ്പ് വന്നേക്കുക, ഞങ്ങൾക്ക് 5.1 സൗണ്ട് മിക്സിൻ്റെ ഇത് എന്തേ ഉള്ളൂ, അതുകൊണ്ട് തിയേറ്ററിൽ സൗണ്ട് കുറവ് വരുവാണെങ്കിൽ തിയേറ്ററിലുള്ള സ്ക്രീനുള്ള ആൾക്കാർ ഇത് കൂട്ടി എന്തൊക്കെയോ ചെയ്ത് പ്ലേ ചെയ്യിക്കുക, അല്ലെങ്കിൽ സൗണ്ട് ഡയലോഗ്സിന് ക്ലാരിറ്റി കുറവായിട്ട് നിങ്ങൾക്ക് തോന്നും, ഓഡിയൻസിന് തോന്നും. നിങ്ങളുടെ പോസ്റ്റ് പോൺ ചെയ്ത പടം അത് എന്നിട്ടല്ലേ ഇപ്പോൾ ഇറക്കുന്നത്. എന്നിട്ട് നിങ്ങളുടെ കയ്യിൽ ഇത്രയും വലിയ ബിഗ് ബഡ്ജറ്റ് പടം, ഇത്രയും സ്റ്റാർ കാസ്റ്റ് അഭിനയിക്കുന്ന പടത്തിൽ ഈ ക്വാളിറ്റി കണ്ടന്റ് ഇല്ലെന്ന് പറഞ്ഞാൽ IMAXകാരുടെ അവസ്ഥ ഇതാണെന്ന് പറയുന്നത്. IMAXിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ 600-700 കൊച്ചി IMAXിൻ്റെ റേറ്റ്. അത് കൊടുത്തിട്ട് ഈ ബ്ലാക്ക് ബാർസ് വെച്ച് കാണാനാണോ? ഇനി പടത്തെക്കുറിച്ച് പറയാം. അപ്പോൾ ക്വാളിറ്റിയുടെ കേസ് ഇതാണ് അവസ്ഥ. ഇനി പടത്തെക്കുറിച്ച് ഒന്നാമത് അതിൽ വെറുപ്പിച്ച്. ഇനി പടം കണ്ടു കഴിഞ്ഞിട്ട് ദുരന്തമായിരുന്നു, ശരിക്കും വളരെ വളരെ ദുരന്തമായിരുന്നു പടം. ഈ പടത്തിൽ ഈ കഥാപാത്രങ്ങളൊക്കെ ശരിക്കും ഇതിലുള്ള കിയാര, രുക്മിണി, യാഷിൻ്റെ രായ അതാണ് ക്യാരക്ടർ. ഇവരൊക്കെ ആരാണ്? സിനിമ കണ്ടു ആലോചിച്ചു നോക്ക്. സിനിമ കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ ആലോചിച്ചു, ഇവരാരാ ശരിക്കും? ഇവരാരൊക്കെയാണ് ശരിക്കും? ഇവരെന്തിനാണ്? എന്തിനു വേണ്ടി? എല്ലാം പ്ലെയിനാ, ശരിക്കും എല്ലാം പ്ലെയിൻ, ഒന്നുമില്ല. ശരിയാണല്ലോ.
ഇവരുടെയൊക്കെ മോട്ടീവ് എന്താണ്? ഈ പടത്തിൽ എന്താ ശരിക്കും സംഭവിച്ചത്? ഇതാണ് ഞാൻ ആലോചിച്ചത്. ഒന്നുമില്ല. ഫസ്റ്റ് ഹാഫ് പിന്നെയും വെറുപ്പിച്ചില്ല. സെക്കൻഡ് ഹാഫ് രുക്മിണിയുടെ ക്യാരക്ടർ വന്നതും പടം പിന്നെ രുക്മിണിയുടെ ക്യാരക്ടർ വെറുപ്പിച്ചതെന്നല്ല, ഇവരുടെ ഡയലോഗ്സ്, സംഭാഷണം, മലയാളം ഡബിങ് അല്ല, വോയിസിൻ്റെ പ്രശ്നമല്ല. എനിക്ക് തോന്നിയത് ഈ തർജിമ ചെയ്യുന്ന സംഭവം ഉണ്ടല്ല, മലയാളം ഡയലോഗ്സ് കുറേയൊക്കെ പൊട്ടി വെറുതെ അലമ്പിച്ച് കളഞ്ഞു. ദെൻ സെക്കൻഡ് ഹാഫ് കംപ്ലീറ്റ് വെറുപ്പിച്ച് ഈ പടത്തിൻ്റെ എന്തെങ്കിലും ഞാൻ നല്ലത് നോക്കിക്കഴിഞ്ഞാൽ എന്തെങ്കിലും നല്ലതുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈറ്റ് സീനാണ്. ഒന്നെങ്കിൽ യാഷിൻ്റെ കേസ് അറിയാമല്ലോ, യാഷിന് ഒന്നാമതൊരു ഓറയുണ്ട്. റോക്കി ബൈ എന്ന് പറഞ്ഞ ക്യാരക്ടർ ആയാലും ഓക്കെ ഇതിലെ ഈ ക്യാരക്ടറിന് ആൾ പിടിച്ചിട്ടുണ്ട്, ഓറയുണ്ട്. അത് കണ്ടിരിക്കാനൊരു രസമുണ്ട്. പ്ലസ് എനിക്ക് തോന്നി അത് വെച്ച് ഈ പടം ഞാൻ കാണാൻ പോലും പറയില്ല, സജസ്റ്റ് ചെയ്യില്ല, അത്രയും ടോർച്ചറിങ് ആയിരുന്നു എനിക്ക്. എന്തെങ്കിലും നല്ലതുണ്ടെങ്കിൽ പറയുകയാണ്, ഇങ്ങേരുടെ ആ ഒരു ഓറയുണ്ട്. ദെൻ ആ ഒരു ഓറ മെയിൻറ്റെയിൻ ചെയ്തുള്ള ഫൈറ്റ് ആക്ഷൻ സീക്വൻസ് ഒക്കെ കൊള്ളാം. ഞാൻ കേട്ടേക്കുന്നത് ഇത് നമ്മുടെ ജോൺ വിക്കിൻ്റെ ഒക്കെ ആക്ഷൻ കൊറിയോഗ്രഫി ചെയ്ത ആളാണ് ഇതിൻ്റെ സ്റ്റണ്ട് മാസ്റ്റർ. ഒരു ക്വാളിറ്റി ഫൈറ്റ് സീൻസ് ഉണ്ട്. ഫൈറ്റ് സീൻ വരുമ്പോൾ പിന്നെയും ഓക്കെ എന്ന് എനിക്ക് തോന്നി ഈ പടത്തിൽ. കാരണം യാഷ് ഫൈറ്റ് സീൻ മെയിൻറ്റെയിൻ ചെയ്ത് രസമാണ് കാണാൻ. ആ ഒരു താടി, ആ ഒരു ഓറയിൽ ചെയ്യുമ്പോൾ, പിന്നെ വരുന്ന ആ ഫൈറ്റ് സീന് വരുമ്പോൾ വരുന്ന സൗണ്ട് മിക്സിങ്ങും കാര്യങ്ങളും കൊള്ളാം. പിന്നെ വരുന്ന സിനിമാറ്റോഗ്രഫി, സർക്കസ് ഭാഗത്തെ പടത്തിലെ ഫസ്റ്റ് ഹാഫിൽ സർക്കസ് ടെൻറ്റിൻ്റെ അവിടെയുള്ള ഫൈറ്റ് സീനൊക്കെ കിടിലനായിരുന്നു. എഡിറ്റിങ് മറ്റാളാ KGF 2 ചെയ്തില്ലേ എഡിറ്റിങ്, അതിതുപോലെ തന്നെ ഏതോ റാൻഡമായിട്ട് ഇത് ഫോണിൽ ഏതോ എഡിറ്റ് ചെയ്ത ഒരാളാണ് KGF 2 പിന്നെ എഡിറ്റിങ് ചെയ്യുന്നത്. അങ്ങനെ എന്തോ സംഭവം അന്ന് വൈറലായിരുന്നു. അവനാണ് ഈ പ്രാവശ്യത്തിൽ, ആളുടെ പേര് ഞാൻ മറന്നുപോയി, ഇതിൽ എഡിറ്റിംഗ് പുള്ളിക്കാരനാണ്. എഡിറ്റിംഗ്, സിനിമാറ്റോഗ്രഫിയൊക്കെ ഫൈറ്റ് ഭാഗത്തൊക്കെ രസമാണ് കാണാൻ. മറ്റേ റോബോട്ടിക് ക്യാമറ മൂവ്, അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ല, ക്യാമറയുടെ മൂവ്മെൻറ്റ്. റോക്കി ബായാണ് ഇപ്പോഴും വായ വരുന്ന റോക്കി ബായ്. യാഷിൻ്റെ ക്യാരക്ടർ രായ. സ്റ്റിൽ റോക്കി ബായുടെ ഒരു ഓറ വേറെ, അതാണ് മനസ്സിൽ നിൽക്കുന്നത്. ഈ പടത്തിൻ്റെ അവസ്ഥ ഇതാ. ഇതിൽ എന്തെങ്കിലും നല്ലതുണ്ടെന്ന് പറയാനുണ്ടെങ്കിൽ അത് ഫൈറ്റ് സീനാണ്, ആക്ഷൻ കൊറിയോഗ്രഫിയാണ്. അവിടെ പ്ലേസ് ചെയ്യുന്ന സൗണ്ട് മിക്സിങ് പരിപാടി കിടലായിരുന്നു. പിന്നെ മ്യൂസിക് രവി ബസ്രൂർ കുഴപ്പമില്ലായിരുന്നു. സ്ഥിരം ചെയ്യുന്ന പോലെയൊക്കെ തന്നെ ഈ ആക്ഷൻ പാക്കേജ് പടത്തിന് കൊടുക്കുന്ന പോലെ തന്നെ തരക്കേടില്ലാത്ത സ്കോറാണ്, സോങ്സ് അങ്ങനെ. പക്ഷേ സൗണ്ട് മിക്സിങ്, ഫൈറ്റ് സീൻ, എനിക്കത് പ്രത്യേകിച്ച് എടുത്ത് പറയാൻ തോന്നി. എനിക്ക് അതാണ് ഉള്ളതിൽ നല്ലത് തോന്നി, എനിക്ക് ഇഷ്ടപ്പെട്ടത്. ആ ഒരു എഡിറ്റിംഗ് ഭാവവും ഫൈറ്റ് സീനൊക്കെ സെറ്റാണ്. അല്ലാണ്ട് ഈ പടത്തിൽ ഒന്നും ഇല്ല. പിന്നെ വരുന്ന 2 റോള് യാഷുണ്ട്, ഡബിൾ റോള് യാഷ്, അച്ഛൻ ഒന്ന് മോൻ. രണ്ട് രീതികൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ആകെ ഈ പടത്തിൽ എഫേർട്ട് എനിക്ക് തോന്നിയിട്ടുള്ള, എല്ലാവരും എഫേർട്ട് എടുത്തിട്ടുണ്ട്, ശരിയാ ഇല്ലെന്നല്ല, ഉണ്ട്. ബട്ട് എനിക്ക് കൂടുതൽ അങ്ങനെ തോന്നിയിട്ടുള്ള യാഷിൻ്റെ ഭാഗത്താണ്. രണ്ട് ക്യാരക്ടറായിട്ട് കൊടുക്കണമല്ലോ. പിന്നെ സുദേവ് നായർ കുറച്ച് സീനുള്ളൂ, ബട്ട് സെറ്റാണ്. പിന്നെ ആരാ, ക്യാര ഫസ്റ്റ് സീനിലൊക്കെ വന്നപ്പോൾ രസമായിരുന്നു. ഫസ്റ്റ് സീൻ ക്യാരേനെ കാണിക്കുന്നത് പടം തുടങ്ങുമ്പോൾ തന്നെ. പിന്നീട് രുക്മിണി വസന്തൊക്കെ എനിക്കറിയില്ല, ഒക്കെ വെറുതെയാ. ബാക്കി എല്ലാവരും ഒന്നുമില്ല, വെറുതെയാ. അങ്ങനെയായിരുന്നു. പിന്നെ തോന്നിയൊരു കാര്യം, എങ്ങനെയൊക്കെ പടം തീർന്നു. എനിക്ക് ഉറക്കം വന്നിട്ട് പോയായിരുന്നു. കാരണം ഞാൻ 6:30 നൈറ്റ് വർക്ക് കഴിഞ്ഞ് രാവിലെ ഞാൻ റെസ്റ്റില്ല, നേരെ പടം കണ്ടതിൽ നഷ്ടമായിരുന്നു. എൻ്റെ എനർജി വേസ്റ്റ്, മണി വേസ്റ്റ്. ഫസ്റ്റ് ഡേ കാണുമ്പോൾ പിന്നെ നമുക്കറിയില്ലല്ലോ എന്താണ് അവസ്ഥ എന്ന്. ഈ പടത്തെക്കുറിച്ച് എനിക്ക് ഇതാണ് തോന്നിയത്. ഗീതു മോഹൻദാസിൻ്റെ ഫിലിം ടോക്സിക് 3.5 മണിക്കൂറുണ്ട് പടം. ചിലതൊക്കെ മറ്റേതാണ്, ബാക്കിൽ ഈ വാൾപേപ്പർ പരിപാടി ഉണ്ട്. ചില വാരിസിൽ ഞാൻ അത് കണ്ടിട്ടുണ്ട്. ഒരു സീനിൽ, വാരിസ് ഞാൻ കംപ്ലീറ്റ്ലി കണ്ടിട്ടില്ല, അതിലൊരു സീനിൽ ഞാൻ കണ്ടു വാൾപേപ്പറാ എന്ന് പറയാം. അല്ലെങ്കിൽ രാധേശ്യാമിലുണ്ട് ബാക്കിൽ വാൾപേപ്പർ പരിപാടി. അത് ഈ പടത്തിലുണ്ട്. ഗ്രീൻ സ്ക്രീനാ, എന്തൊക്കെ എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. കുറേയൊക്കെ VFX ചെയ്ത് ഓവറാക്കി വെച്ച്. അതിനൊരു മീറ്റർ ഇല്ലേ എടാ, അത് VFX ചെയ്ത് എനിക്ക് തോന്നുന്നു മറ്റേ കമ്പനി ഉണ്ട്, അയ്യോ ഏതാ, രാമായണപ്പം ചെയ്യുന്നുണ്ട്, അവന്മാരാന്ന് തോന്നുന്നു, അറിയില്ല. കുറേ ഓവറാണ്, കാണുമ്പോൾ നയ്യെന്ന് തോന്നും. VFX മോശമല്ല, കുറേ ഓവറാക്കി. ചില കണ്ടപ്പോൾ ഞാൻ പറഞ്ഞ പോലെ വാൾപേപ്പറാണ് ബാക്കിൽ, അങ്ങനെയായിരുന്നു. എനിക്ക് അങ്ങനെ മൊത്തത്തിലൊരു വെറുത്ത് പോയി ഇങ്ങനെ ഇറങ്ങി വരുവാ ഞാൻ തിയേറ്ററിൽ നിന്ന്. അതായിരുന്നു എനിക്ക് പേഴ്സണലി ടോക്സിക് എന്ന മൂവി. എന്തൊക്കെയോ മിസ് ചെയ്തിട്ടുണ്ട്.
പടത്തിൻ്റെ കണ്ടൻറ്റും ചതിച്ച് പടവും ഇങ്ങനെയായിരുന്നു പടം എനിക്ക്. സോ അത്രയേ ഉള്ളൂ എനിക്ക് ടോക്സിക് എന്ന മൂവി. സോറി, ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഈ പടത്തിൽ ഒരു കാര്യം കൂടിയുണ്ട്. ഫൈറ്റ് ക്ലബ്